السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അല്ലാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസ്വാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. സൂറത്തുൽ ലുഖ്മാനിലെ 17-ാമത്തെ ആയത്താണിത്. ഈ ആയത്തിന്റെ മുമ്പുള്ള ആയത്തുകളുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയ വാക്കിലൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയി. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഇഫ്അൽ വലാ തഫ്അൽ, ഇന്നത് പ്രവർത്തിക്കണം, ഇന്നത് പ്രവർത്തിക്കരുത് എന്ന് പറയുന്നതിന് മുമ്പ് അത് എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കൽപ്പന എന്നതിനെ വിശദീകരിക്കുകയാണ് ഇതിന്റെ മുമ്പുള്ള ആയത്തുകൾ ചെയ്തത്. അതോടൊപ്പം തന്നെ ഒരു കർമ്മത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുമ്പോൾ, അത് ദൈവത്തിൽ നിന്നുള്ളതാകുമ്പോൾ, ഈശ്വര സത്യത്തെ, പ്രപഞ്ച സൃഷ്ടാവിന്റെ മഹത്വത്തെ നന്നായി ബോധ്യപ്പെടുക എന്നുള്ളത് അനിവാര്യമാണ്. സ്രഷ്ടാവിന് തിരിയാത്ത, പ്രപഞ്ചനാഥന്റെ മഹത്വത്തെ അറിയാത്ത ഇടപെടൽ, കർമ്മങ്ങൾ, അതിന് മധുരമുണ്ടാവില്ല, അത് ആത്മാവിനെ ഉണർത്തില്ല. പലപ്പോഴും ഇഖ്ബാല് പറയുന്നത് പോലെ നിന്റെ ശരീരം ഒരിടത്തും നിന്റെ മനസ്സും ചിന്തയും മറ്റൊരിടത്തും. അങ്ങനെ വരുമ്പോൾ നീ ചെയ്യുന്ന കർമ്മങ്ങളിൽ വിശുദ്ധിയില്ലാതെ വന്ന് ആ കർമ്മം തന്നെ നിന്നെ നിഷേധിയാക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും. ഈ പറഞ്ഞ ഇഖ്ബാലിന്റെ വരികള് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെല്ലാം സംഭവിച്ചു പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇവിടെ ഒരു കുഞ്ഞിനോട് ജീവിതത്തിൽ പുലർത്തേണ്ട അടിസ്ഥാന കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞ് കൊടുക്കുന്നതിന് മുമ്പായി ഒരു പിതാവ് പ്രപഞ്ചനാഥന്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ആ പിതാവിന്റെ കൽപ്പന, ആ പിതാവിന്റെ ഉപദേശങ്ങൾ ഉദ്ധരിക്കുന്നതിന് മുമ്പായി മനുഷ്യ കുടുംബത്തിന്റെ രണ്ട് വ്യത്യസ്ത മുഖങ്ങളെ ബോധ്യപ്പെടുത്തി അതിൽ ആരുടെ പക്ഷം ചേരേണ്ടതുണ്ട് എന്ന ചോദ്യം ആമുഖമായി ചോദിക്കുകയും ചെയ്യാണ് ഇവിടെ. അപ്പൊ വളരെ കണിശമായി ഷഹാദത്തിനെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ. ഷഹാദത്ത് എന്ന് പറഞ്ഞാല് പ്രപഞ്ച സൃഷ്ടാവിനെ നന്നായി ബോധ്യപ്പെട്ട് ആ സൃഷ്ടാവിന്റെ നിയമങ്ങളെ അനുസരിക്കേണ്ടതിന്റെ അനിവാര്യതയെ തിരിച്ചറിഞ്ഞ് ഭൂമിയിൽ വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും സർവേശ്വരന്, ജഗദീശ്വരന് സാക്ഷിയായി മാറേണ്ടതുണ്ട് എന്ന ആദ്യ പാഠവും, അങ്ങനെ ആ സാക്ഷ്യം നിർവഹിക്കുന്ന മനുഷ്യൻ നന്ദിയുള്ളവനാകുമെന്നും ആ നന്ദിയുടെ ഏറ്റവും ശരിയായ ഇടപെടൽ നടത്തിയ വ്യക്തിയാണ് ലുഖ്മാൻ എന്നും പറഞ്ഞു വെക്കുകയാണ് ആമുഖത്തിൽ അള്ളാഹു ചെയ്തത്. വലഖദ് ആതൈന ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ്. ശുക്ർ ചെയ്യണമെങ്കിൽ, അത്തരത്തിലുള്ളൊരു സ്വഭാവം മനുഷ്യനിൽ ഉണ്ടായിത്തീരണമെങ്കിൽ പിന്നിട്ട വഴിയിലേക്കും ചുറ്റുമുള്ള പ്രപഞ്ചത്തിലേക്കും അവൻ നിരന്തരം നോക്കുകയും അങ്ങനെ നിരന്തരമുള്ള തിരിച്ചറിവ്, ഇതിൻ്റെ എല്ലാം പിറകിൽ ഒരു മഹാശക്തിയുടെ കണിശമായ നിയന്ത്രണമുണ്ട് എന്നും ഇതൊന്നും വെറുതെ നടക്കുന്നതല്ല എന്നും
വളരെ അർത്ഥവത്തായ അർത്ഥപൂർണമായ ഒരു സംവിധാനം എനിക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിലൂടെ ആ സംവിധാനത്തിന്റെ സംവിധായകനെ നന്നായി ബോധ്യപ്പെട്ട് അവന് നന്ദി കാണിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകുക എന്നുള്ളത് അതൊരു മനുഷ്യ ജീവിതത്തെ സമ്പൂർണമാക്കുന്ന, ഉത്കൃഷ്ടമാക്കുന്ന, അവനിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിന്റെ ഔന്നിത്യം പ്രാപിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സ്വഭാവ ഗുണമാണത്. ഇവിടെ ആ ഗുണം ലുഖ്മാൻ എന്ന വ്യക്തിയിൽ നിറഞ്ഞു നിന്നതുകൊണ്ടാണ് ലോകത്ത് എത്രയോ ലുഖ്മാന്മാർ കടന്നുപോയിട്ടുണ്ട്, എത്രയോ മനുഷ്യർ കടന്നുപോയിട്ടുണ്ട്, പ്രവാചകന്മാരല്ലാത്ത ധാരാളം മനുഷ്യർ. അവർക്കിടയിൽ പ്രവാചകരല്ലാത്ത ഒരു മനുഷ്യന്റെ നാമത്തിൽ ഒരു അധ്യായം തുടങ്ങാൻ മാത്രം, അങ്ങനെ ഒരു പേര് കൊടുക്കാൻ മാത്രം ശക്തമായ ജീവിത വിശുദ്ധി പ്രാപിച്ച വ്യക്തിയായിരുന്നു ലുഖ്മാൻ എന്ന് ഈ അധ്യായം നമ്മെ നിശബ്ദമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. പ്രപഞ്ചനാഥന്റെ, സർവശക്തനായ സർവേശ്വരന്റെ മഹത്വത്തെ എത്രമാത്രം ആഴത്തിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നുള്ളതിനുള്ള തെളിവാണ് വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ് വമൻ യശ്കുർ ഫഇന്നമാ യശ്കുർ ലിനഫ്സിഹി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. അങ്ങനെ പടച്ചോനെ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിന്റെ മഹത്വത്തെ ബോധ്യപ്പെട്ട് ഏറ്റവും നല്ല സ്വഭാവശീലമുള്ളവനായി, നന്ദിയുള്ള മനുഷ്യനായി ലുഖ്മാനെ അള്ളാഹു അവതരിപ്പിക്കുകയും താൻ അറിഞ്ഞ സത്യത്തെ കർമ്മം കൊണ്ട് കുടുംബത്തിൽ വ്യാഖ്യാനം നൽകുകയും തന്റെ ചുറ്റുമുള്ള കുടുംബത്തോട് അവർ തന്നിലൂടെ അറിഞ്ഞ, അവരിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ആ സത്യത്തെ പിന്നീട് അദ്ദേഹം ഉപദേശിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. വഇദ് ഖാല ലുഖ്മാനു ലിഇബ്നിഹി വഹുവ യഇദുഹു. അതുകൊണ്ടാണ് നമ്മൾ വഅല എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനിൽ നിറഞ്ഞു നിൽക്കുന്ന, അവന് ബോധ്യമുള്ള, അവൻ തിരിച്ചറിയുന്ന ഒന്നിനെ അവന് ഉണർത്തിക്കൊടുക്കുകയാണ് വഅല എന്ന വാക്കിന്റെ ശരിയായ അർത്ഥമെന്ന് നമ്മൾ ഈ ആയത്ത് പറഞ്ഞു പോയപ്പോൾ വിശദീകരിച്ചത്. അപ്പോ അതിനുശേഷം അദ്ദേഹത്തിന്റെ ഉസ്ലൂബിലായി മാതാപിതാക്കളെ അനുസരിക്കേണ്ടതിന്റെ ബാധ്യതയെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നു. ഉടനെ തന്നെ അത് ഏറ്റവും നന്നായി പരിപാലിക്കാൻ അള്ളാഹുവിന്റെ ചില സിഫത്തുകളെ ഒരു കുഞ്ഞിന് ഏറ്റവും ആഴത്തിൽ ബോധ്യപ്പെടുത്തുമാറുള്ള അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച്, അവന്റെ ഇടപെടലിനെ കുറിച്ചെല്ലാം അള്ളാഹു തന്നെ നേരിട്ട് അതിനിടയിൽ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ ആ ബോധ്യപ്പെടുത്തൽ നടന്നതിന് ശേഷമാണ് കൽപ്പനകളെ കുറിച്ചുള്ള വിഷയങ്ങൾ തുടങ്ങുന്നത്. അവിടെയാണ് ലുഖ്മാൻ തന്റെ കുഞ്ഞിനെ വിളിക്കുന്നത്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, അഖിമിസ്സലാത്ത, നീ സ്വലാത്ത് നിർവഹിക്കണം, വഅ്മുർ ബിൽ മഅറൂഫി, നീ ഉള്ളറിയുന്ന സത്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കണം, കൽപ്പിച്ചു കൊണ്ടിരിക്കണം, വൻഹ അനിൽ മുൻകരി, പ്രകൃതം നിഷേധിക്കുന്ന, നിരാകരിക്കുന്ന ഒന്നിനെ നീ നിഷേധിച്ചു കൊണ്ടിരിക്കണം, അതിനെതിരെ നീ മനുഷ്യ കുടുംബത്തിൽ നിലപാടുകൾ സ്വീകരിക്കണം. വസ്ബിർ അലാമ അസ്വാബക, ആ വഴിയിൽ നീ അഭിമുഖീകരിക്കുന്ന ഏതൊരു പ്രശ്നവും ക്ഷമാപൂർവം നീ നേരിടണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഈ കാര്യങ്ങൾ നിർബന്ധമായ, നിന്നിൽ നിക്ഷിപ്തമായ നിർബന്ധമായ ഒന്നാണ്. അതിൽ നിന്നിൽ നിറഞ്ഞു നിൽക്കേണ്ട ഉന്നതമായ സ്വഭാവ മൂല്യങ്ങളാണ് എന്ന് ഒരു കുഞ്ഞിനെ
തൻ്റെ പിതാവ് ഉപദേശിക്കുകയാണ്. നമ്മൾ ഇതിന്റെ മുമ്പ് പറഞ്ഞതുപോലെ ഗൗരവത്തിലുള്ള സംസാരമോ കേൾക്കുന്നവൻ വെറുക്കുന്ന അല്ലെങ്കിൽ ശ്രോതാവിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ചിന്ത ഉടലെടുക്കുന്ന രൂപത്തിലുള്ള ഒരു ശൈലിയല്ല ഇവിടെ, അലോസരമുണ്ടാക്കുന്ന പ്രയോഗമല്ല ഇവിടെ നടത്തിയിരിക്കുന്നത്. ഏറ്റവും സ്നേഹത്തിൽ ചാലിച്ച വാക്കുപയോഗിച്ച്, സൗന്ദര്യമുള്ള വാക്കുപയോഗിച്ച്, ആകർഷണീയമായ ശൈലി ഉപയോഗിച്ച് കുഞ്ഞിനോട് പോലും ഇടപെടേണ്ടതിന്റെ രീതിയെ ലുഖ്മാനെ ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കുകയാണ്. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, അഖിമിസ് സ്വലാത്ത, നീ സ്വലാത്ത് നിർവഹിക്കണം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ ആ വാക്ക് കേൾക്കുന്ന മാത്രയിൽ നമ്മുടെ ചിന്തയിൽ ഉടലെടുക്കുന്ന അതിൻ്റെ ഒരു രൂപമുണ്ട്, ഒരു കൈഫിയത്തുണ്ട്. അത് നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയാം സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്. പക്ഷെ നമ്മൾ പൊതുവെ ആ വാക്കിന് കൊടുക്കുന്ന അർത്ഥം നിസ്കാരം എന്നാണ്. പക്ഷെ അത് നമ്മുടെ ആത്മാവിനെ ഉണർത്താത്ത, ഒരു ചലനവും സൃഷ്ടിക്കാത്ത ഒരു വാക്കാണ്. അറബി ഭാഷയിൽ പിറന്നു വീണ ഒരു വ്യക്തി സ്വലാത്ത് എന്ന വാക്കിനെ കേൾക്കുന്നതും നമ്മൾ ആ വാക്കിനെ അറിയുന്നതും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഒരു അറബിയായ വ്യക്തി സ്വലാത്ത് എന്ന വാക്ക് കേൾക്കുമ്പോൾ അയാളുടെ മനസ്സിലൂടെ ഓടിപ്പോകുന്ന അതിൻ്റെ ശരിയായ അർത്ഥവും ആശയവും ഉണ്ട്. അത് നന്ദി പ്രകാശനം എന്നാണ്. പ്രപഞ്ചനാഥൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ലുഖ്മാൻ നന്ദിയുള്ള മനുഷ്യനാണ് എന്ന് ആമുഖമായി പറഞ്ഞു വെക്കുന്നത്. സ്വലാത്ത് എന്നുള്ള വാക്ക് അസ്വലാത്തു ദിക്റുൻ, സ്വലാത്ത് എന്നാൽ അത് ദിക്റാണ്. അത് സ്രഷ്ടാവിനെ കുറിച്ചുള്ള ചിന്തയും സ്മരണയുമാണ്. അദ്ദിക്റു ശുക്റുൻ, ദിക്ർ എന്നുള്ളത് അത് നന്ദിയുടെ ഭാഗമാണ്. ഒരാളെ സ്മരിക്കുക, അയാൾ നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നിരന്തരം ഓർത്തിരിക്കുക എന്നുള്ളത് ആ വ്യക്തിയോട് കാണിക്കുന്ന നന്ദിയുടെ ഭാഗമാണ്. അപ്പൊ സ്വലാത്ത് എന്ന വാക്കിനെ ശരിയായ രൂപത്തിൽ നമുക്കും തിരിയണം, കുട്ടികൾക്കും ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആത്മാവുണരുന്ന, ആത്മാവ് കൊണ്ടുള്ള സുജൂദ് നിർവഹിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. ഇവിടെ തെറ്റായ വാക്കുപയോഗിക്കുമ്പോൾ, തെറ്റായ വാക്കുകളെ കൊണ്ട് അർത്ഥം പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികള്, തിരിച്ചറിവില്ലായ്മയെല്ലാം തന്നെ നമുക്കും നമ്മളുടെ മക്കളിലും നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോ അഖിമിസ് സ്വലാത്ത ലിദിക്രി, സ്വലാത്ത് നിങ്ങൾ നിർവഹിക്കണം, ലിദിക്രി, എന്നെ സ്മരിക്കുവാൻ, എന്നെ ഓർക്കുവാൻ. അള്ളാഹനെ ഓർക്കല് അത് ശരിയായ രൂപത്തിലാകുന്നത് എപ്പോഴാണ്? അള്ളാഹുവിന്റെ അളമത്ത് തിരിയുമ്പോഴാണ്. പടച്ചവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. അവന്റെ ശക്തി വിശേഷണങ്ങളെ കുറിച്ച് നന്നായി ബോധ്യപ്പെടുമ്പോഴാണ്. അത് ബോധ്യപ്പെടാൻ ഒരു വ്യക്തി അവനിലേക്ക് നോക്കണം, അവനിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാ അത്ഭുതങ്ങളിലേക്ക് നോക്കണം, അവനിലെ അനുഗ്രഹങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് അവന്റെ ചുറ്റുമുള്ളതെന്ന് തിരിച്ചറിയണം.
പ്രപഞ്ചത്തിലേക്ക് നോക്കണം. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നിനെക്കുറിച്ച് മനുഷ്യൻ പഠിച്ച് അതിന്റെ വ്യാഖ്യാനങ്ങളാണ് അവന്റെ ടെക്സ്റ്റുകളിലുള്ളത് എന്ന തിരിച്ചറിവ് അവനുണ്ടായിരിക്കണം. മനുഷ്യ നിർമ്മിതങ്ങളായ ഒന്നും അവനോളം വലുതല്ല എന്ന ബോധ്യം അവനുണ്ടാകണം. മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടിയുടെ ബുദ്ധി വൈഭവത്തിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണ് അവന്റെ ടെക്നോളജികളായി അവന്റെ മുമ്പിൽ നിൽക്കുന്നത്. ടെക്നോളജിയിലേക്ക് നോക്കിയിട്ട് ഇതെല്ലാം മഹത്തരമാണ് എന്ന് ചിന്തിക്കുകയും എന്നാൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ രൂപപ്പെടാൻ അതിനേക്കാളും വലിയ ചിന്ത അവനിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നും അത് സമ്മാനിച്ച, അത് സൃഷ്ടിച്ച നാഥൻ മഹോന്നതനാണ് എന്നുള്ള തിരിച്ചറിവ് മനുഷ്യനുണ്ടാകും. മനുഷ്യനിർമ്മിത വസ്തുക്കളിലേക്ക് നോക്കിയിട്ട് അതെന്തോ വലുതാണ് എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു. എന്നാൽ ആ നിർമ്മിതികൾ നിർമ്മിക്കാൻ മനുഷ്യന് കഴിവ് നൽകിയിട്ടുണ്ട്, അവൻ അതിനുള്ള ചിന്ത നൽകിയിട്ടുണ്ട്, ബുദ്ധി നൽകിയിട്ടുണ്ട്. ആ ബുദ്ധിയോളം വലുതല്ല മനുഷ്യ നിർമ്മിതികളൊന്നും എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ആ ബുദ്ധി നൽകിയ, അവനറിയാതെ അവനിൽ ആ മഹാസംവിധാനങ്ങൾ ഒരുക്കിയ ജഗദീശ്വരന്റെ, സർവേശ്വരന്റെ കഴിവ്, അതാണ് ഏറ്റവും മഹത്തരമായ കഴിവെന്ന തിരിച്ചറിവ് മനുഷ്യനുണ്ടാവണം. മനുഷ്യ ചിന്തയുടെ ചെറിയ രൂപമാണ് അവനുപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സംവിധാനം എന്ന് പറയുന്നത്, അവന്റെ മൊബൈൽ സംവിധാനം എന്ന് പറയുന്നത്. അവന്റെ ടെക്നോളജിയുടെ ഏത് രൂപങ്ങളും മനുഷ്യ ചിന്തയുടെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണ്. അപ്പൊ പടച്ചോനെ നന്നായി ബോധ്യപ്പെടാൻ ഒരു മനുഷ്യൻ അവനിലേക്ക് നോക്കിയാൽ മതി. അവന്റെ ചുറ്റുമുള്ള ക്യാമറകളെക്കാളും എത്രയോ 10 മടങ്ങ് ശക്തിയുള്ളതാണ് മനുഷ്യന്റെ മുഖത്തുള്ള ക്യാമറ എന്ന് പറയുന്നത്, കണ്ണെന്ന് പറയുന്നത്. അവന്റെ സംസാര വൈഭവം, അതുപോലെ തന്നെ അവന്റെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഡൈജഷൻ സംവിധാനങ്ങള്, അതുപോലെ തന്നെ സെൻസർ സംവിധാനങ്ങള്, അതിലേക്കെല്ലാം നോക്കിക്കൊണ്ട് മനുഷ്യൻ അവനിൽ തന്നെയുള്ള അത്ഭുതങ്ങളെ മറ്റു തരത്തിൽ അവൻ നിർമ്മിക്കുകയും അത് അവനെപ്പോലെയുള്ള സമസൃഷ്ടികൾക്ക് മുമ്പിൽ അത്ഭുതമായി നിലകൊള്ളുകയും ചെയ്യുന്നു. എന്നാൽ അത് നിർമ്മിച്ച മനുഷ്യനെ സൃഷ്ടിച്ച് അവരിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് ഉതകുമാറുള്ള ചിന്തകളും കഴിവുകളും ശേഷിയും നൽകിയ സർവശക്തനായ നാഥനെ മനുഷ്യൻ തിരിച്ചറിയാതെ പോകുന്നു. പടച്ചവനെ നന്നായി ബോധ്യപ്പെടാൻ, സ്രഷ്ടാവിനെ നന്നായി തിരിച്ചറിയാൻ ഒരു മനുഷ്യൻ അവനിലേക്ക് തന്നെ ഗാഢമായി നോക്കണം, അവനെ കുറിച്ച് തന്നെ നന്നായി ചിന്തിക്കണം. പ്രപഞ്ചത്തിലേക്ക് നോക്കണം, പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളിലേക്ക് നോക്കണം, അതിലൂടെ അതിന്റെ സംവിധായകന്റെ മഹത്വം തിരിച്ചറിയണം, അളമത്ത് ബോധ്യപ്പെടണം. ഇവിടെ അതെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം സ്വലാത്ത് നിർവഹിക്കാൻ ആവശ്യപ്പെടുകയാണ്. സ്വലാത്ത് നിർവഹിക്കണം എന്ന് പറയുമ്പോൾ ഒരു ചടങ്ങ് നിർവഹിക്കുകയല്ല അതിന്റെ അർത്ഥം. ചടങ്ങ് നിർവഹിക്കണം എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അതിനപ്പുറം ഈ നൽകിയ അനുഗ്രഹങ്ങൾക്ക് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹൃദയപൂർവം നന്ദി പ്രകാശിപ്പിക്കണം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതുകൊണ്ടാണ് നിങ്ങൾ സൂറത്ത് ബഖറയുടെ ആദ്യ ഭാഗങ്ങളിലേക്കൊന്ന് പോയി നോക്കൂ. അവിടെ അള്ളാഹു പറയുന്ന ഒരു വർത്താനുണ്ട്. എന്താണ്? വസ്തഈനു ബിസ്സബ്രി വസ്സല, വസ്തഈനു ബിസ്സബ്രി വസ്സല, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടണം. ബിസ്സബ്രി വസ്സലാത്തി, ക്ഷമ കൊണ്ടും അതുപോലെ തന്നെ സ്വലാത്ത് കൊണ്ടും. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, എന്നാൽ സ്വലാത്ത് എന്നുള്ളത് നിരന്തരം നന്ദി കാണിക്കാനുള്ള മനസ്സ് എന്നുള്ളത് അധിക ആളുകൾക്കും അത് വല്ലാത്തൊരു അലോസരം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ
അന്ത്യനാളിനെ പടച്ചോനെ ഭയപ്പെടുന്നവർക്കൊഴിച്ച്. പടച്ചോനെ ഭയപ്പെടുന്ന എന്ത് വേണം? അള്ളാഹുവിന്റെ ഇടപെടലിനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ മഹത്വത്തെ തിരിയുന്ന ചിന്തയും മനസ്സും ഉണ്ടായിരിക്കണം. ഇല്ലാൽ ഖാശിഈൻ, അത് പടച്ചോനെ ഭയപ്പെടാത്തവർക്കെല്ലാം തന്നെ വലിയ ഭാരമായിരിക്കും. അല്ലേ? ആരാണ് പടച്ചോനെ ഭയപ്പെടുന്നവര്? അല്ലദീന യദുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം, അവർ ഉറച്ച് മനസ്സിലാക്കിയവരാണ് ഞങ്ങളുടെ പരിപാലകനായ നാഥനെ കണ്ടുമുട്ടുമെന്നുള്ളത്. വഅന്നഹും ഇലൈഹി റാജിഊൻ, അവനിലേക്ക് അവരെ മടക്കുമെന്നുള്ളതിനെ കുറിച്ച് നല്ല അറിവുള്ളവരാണ് ഓല്. അത്തരം ആളുകളാണ് പടച്ചോന് നന്ദി കാണിക്കുക. അള്ളാഹുവിനോട് ക്ഷമ കൊണ്ടും സ്വലാത്ത് കൊണ്ടും സഹായം അർത്ഥിക്കുന്നവർ അത്തരക്കാരായിരിക്കും. നിങ്ങൾ നോക്കൂ, ഈ ആയത്തിന്റെ മുകളിലുള്ള ആയത്ത് ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ എന്ന് പറഞ്ഞ് അവസാനിക്കുന്നത് നമ്മൾ വായിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്, അല്ലാഹു അതിനെ കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ എത്ര തന്നെ നശിച്ച് ജീർണിച്ച് നിങ്ങളുടെ ദൃഷ്ടിയിൽ ഒന്നുമല്ലാതെയായി പോയാലും നിങ്ങളെ പടച്ചോന് അവന്റെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നുള്ള ശക്തമായ അറിവ് അള്ളാഹു ഇതിന്റെ മുമ്പിലുള്ള ആയത്തിൽ പകർന്നു നൽകുകയാണ്. അതിനുശേഷം പടച്ചോന് ശുക്ർ ചെയ്യേണ്ടതിന്റെ അനിവാര്യതയെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എന്തിനൊക്കെയാണ് ശുക്ർ ചെയ്യേണ്ടത്? സ്വലാത്ത്, അല്ലേ? ഹുവല്ലദീ അൻശഅകും, അവനെത്രയോ നിന്നെ സൃഷ്ടിച്ചവൻ. വജഅലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, നിന്റെ കേൾവിയും കാഴ്ചയും ഹൃദയവും രൂപപ്പെടുത്തിയവനാണവൻ. ഖലീലമ്മാ തഷ്കുറൂൻ, അതിനോട് നന്ദി കാണിക്കുന്നവർ വളരെ വിരളമെത്രേ. കണ്ണിനെ കുറിച്ച് ചിന്തിക്കുന്ന, കേൾവിയെ കുറിച്ച് ചിന്തിക്കുന്ന, സംസാര വൈഭവത്തെ കുറിച്ച് ചിന്തിക്കുന്ന, അവന്റെ രസ നാളങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യരെത്ര ഉണ്ട്? ഒന്ന് തനിച്ചിരുന്ന് ഇതിനെക്കുറിച്ചെല്ലാം ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാം എത്രത്തോളം നന്ദിയുള്ളവരാണ് എന്ന് നമുക്ക് തിരിയും. ഏതായാലും ഇവിടെ ഒരു പിതാവ് മോനോട് അഖിമി സ്വലാത്ത, മോനെ സ്വലാത്ത് നിർവഹിക്കണം എന്ന് പറയാം. നമ്മുടെ മക്കളോടും അതിനാല് നമ്മൾ നിരന്തരം നന്ദി കാണിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിസ്കരിക്ക് എന്ന വാക്കിന് പകരം മോനെ പടച്ചവനോട് നന്ദിയുള്ളവനാകും മോനെ. 5 നേരവും ആ നന്ദിയുടെ പ്രവാചകന്മാർ പഠിപ്പിച്ച രീതിശാസ്ത്രം ഇന്നതാണ്. അത് ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളെ നന്നായി സ്മരിച്ച് എൻ്റെ മോനെ പടച്ചവനോട് നന്ദിയുള്ളവനായിട്ട് ജീവിക്കണം എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇനി ഇവിടെ യാ ബുനയ്യ അഖിമി സ്വലാത്ത എന്ന് പറഞ്ഞിട്ട് വഅ്മുർ ബിൽ മഅറൂഫി എന്നാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആനിലെ 32 ഇടങ്ങളില് സ്വലാത്ത് എന്ന വാക്കിനോടൊപ്പം സകാത്ത് എന്ന വാക്ക് ചേർത്ത് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഏകദേശം 32 ഇടങ്ങളിൽ പറയുന്നുണ്ട്. ഇവിടെ ഈ സ്വലാത്ത് എന്ന വാക്കിന്റെ കൂടെ സകാത്ത് പറയുന്നില്ല. അതെന്തുകൊണ്ടാണ്? സകാത്ത് നിക്ഷിപ്തമാകുന്നത് സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവരാണ്. സമ്പത്ത് അത് റുഷ്ദോടുകൂടി കൈകാര്യം ചെയ്യുന്ന വ്യക്തികളോടാണ് സകാത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് കൈകാര്യം ചെയ്യുക എന്ന ഒരു അവസ്ഥാവിശേഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ
ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥ ആ കുട്ടിക്കില്ലാത്തത് കൊണ്ട് തന്നെ ആ കുട്ടിയോട് സക്കാത്തിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ എന്ന് ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കുട്ടികൾക്ക് സക്കാത്ത് നിർബന്ധമാകുന്നില്ല. അവർ സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്നില്ല. അവര് അത് കൈകാര്യം ചെയ്യുന്ന ഒരു എന്താ പറയാ റുഷ്ത് അവർക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ജീവിതത്തിൽ ആദ്യം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒന്ന് സ്വലാത്തിനെ കുറിച്ചായിരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ പരിശുദ്ധ റസൂല് പഠിപ്പിച്ച 5 കർമ്മങ്ങളിൽ 3 കർമ്മം പല കാരണങ്ങളെ കൊണ്ട് അവന് മാറ്റിവെക്കുവാനോ അതിനെ ചെയ്യാതിരിക്കാനോ പറ്റൂ. സക്കാത്ത്, സൗമ്, ഹജ്ജ്. സക്കാത്ത് കൊടുക്കുക, വ്രതമനുഷ്ഠിക്കുക, ഹജ്ജ് നിർവഹിക്കുക. ഈ 3 കർമ്മങ്ങൾ അവന്റെ ജീവിത സാഹചര്യങ്ങളെ, മാറി മറിയുന്ന അവന്റെ ജീവിത സാഹചര്യങ്ങളെ മുമ്പിൽ വെച്ച് അവന് പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യാം. എന്നാൽ ഒരു സമയത്തും ജീവിതത്തിന്റെ ഒരു വേളയിലും മുറിയാത്ത 2 കർമ്മങ്ങളാണ് ഷഹാദത്തും സ്വലാത്തും. ദൈവത്തിന് സാക്ഷിയാകുക എന്നുള്ളതും ആ സാക്ഷ്യത്തെ കർമ്മം കൊണ്ട് ബോധ്യപ്പെടുത്തുന്ന സ്വലാത്ത് നിർവഹിക്കുക എന്നുള്ളതും അത് ഒരു നിമിഷത്തിലും മുറിഞ്ഞു പോകുന്നില്ല എന്ന ഒരു പാഠം കൂടി കുഞ്ഞിനെ സ്വലാത്ത് നിർവഹിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിലുണ്ട്. അതോടൊപ്പം തന്നെ ആ കർമ്മത്തെ ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് പടച്ചോന് സാക്ഷിയാകേണ്ടതിന്റെ അനിവാര്യതയെ ബോധ്യപ്പെടുത്തിയതിലും ഈ ഒരു പാഠം അള്ളാഹു നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അതുകൊണ്ട് ഷാറാബിയെ പോലെയുള്ള പണ്ഡിതന്മാര് അർക്കാനുൽ ഇസ്ലാമും അർക്കാനുൽ മുസ്ലിമും അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അർക്കാനുൽ ഇസ്ലാമാണ് ഈ 5 കാര്യങ്ങൾ. ഒരു മുസ്ലിമിൽ നിക്ഷിപ്തമായ റുക്കുനുകളാണ് ഷഹാദത്തും സ്വലാത്തും എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. നോമ്പൊരു മനുഷ്യനെ യാത്ര പോവുകയാണെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് അതിനെ മാറ്റിവെക്കാം. രോഗിയാണെങ്കിൽ അതിന് ഫിദിയ കൊടുത്ത് അവൻ അതിനെ കൈകാര്യം ചെയ്യാം. സക്കാത്ത്, ഒരു മനുഷ്യൻ ബിസിനസ് ചെയ്യുന്നുണ്ട്, അയാള് കടബാധിതനായിട്ട് മാറി, അയാൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അതിലൂടെ കടന്നുപോയി, അവന് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റും. ഹജ്ജ്, ഒരു മനുഷ്യന്റെ സാമ്പത്തികമായ സ്രോതസ്സോ ശക്തിയോ ഇല്ല, ആരോഗ്യത്തിന് പ്രശ്നമുണ്ട്, എന്നാ അവന് അത് നിർവഹിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ പലതരത്തിൽ രോഗിയാണ്, ഇങ്ങനെല്ലാം തന്നെ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, മാറി മറിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെല്ലാം അയാൾക്ക് എന്താക്കാം, മാറ്റിവെക്കാം. എന്നാൽ ഒരു കാരണവശാലും മരണശയ്യയിൽ കിടക്കുന്നു, അവന്റെ കണ്ണിന്റെ പോള അനക്കാൻ അവന് സാധിക്കുന്നുണ്ട് എങ്കിൽ ആ മിഴി കൊണ്ട്, ആ കണ്ണിന്റെ പോള കൊണ്ട് അവൻ ഈ നന്ദി പ്രകാശനത്തെ നിർവഹിക്കണമെന്ന് പരിശുദ്ധ റസൂല് പഠിപ്പിക്കുകയാണ്. യുദ്ധമുഖത്ത് നിൽക്കുകയാണ്, അവിടെ പോലും ഒരു കാരണവശാലും ആ കർമ്മം ഒഴിച്ച് നിർത്തരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഭയവിഹ്വലനായി നിൽക്കുകയാണ്, അവിടെ പോലും അത് നിർവഹിക്കേണ്ടതിന്റെ അനിവാര്യതയെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോ ചെറുപ്രായം മുതൽ തുടങ്ങി ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും
അത് മരണശയ്യയിലെത്തി നിൽക്കുന്ന വേളയിലാണെങ്കിൽ പോലും അള്ളാഹുവിനോടുള്ള നന്ദിയും ശുക്റും ഈ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് നിർവഹിക്കൽ നിർബന്ധമാണെന്ന അതിശക്തമായ പാഠം ഒരു കുഞ്ഞിനോട് ഇത് കൽപ്പിക്കുന്നതിലൂടെയുണ്ട്. അപ്പോ ഇവിടെ അഖിമിസ്വലാത്ത, നീ നിർബന്ധ കൽപ്പനയാണ്. അഖിമിസ്വലാത്ത, നീ പടച്ചോനോട് നന്ദി നിർബന്ധമായിട്ട് കാണിക്കണം. അപ്പോ ഒരു പിതാവ് ഒരു കുഞ്ഞിനെ വിളിക്കുകയാണ്, മോനെ ഇങ്ങോട്ട് വാന്ന് പറയാം. ആ പിതാവിന്റെ വിളിക്ക് ഒരു കുഞ്ഞ് തീർച്ചയായിട്ടും ഉത്തരം നൽകും. ആ ഉത്തരം നൽകാൻ ആ കുഞ്ഞിൽ പിതാവ് ആരാണെന്നുള്ള ബോധ്യം നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതിന് ഉത്തരം നൽകാതെ പോയാൽ ഒരു പക്ഷേ സംഭവിച്ചേക്കാവുന്ന അപകടങ്ങളെ കുറിച്ച് അറിയുന്നത് കൊണ്ടാണ്. അപ്പൊ അള്ളാഹു, പ്രപഞ്ചത്തിന്റെ നാഥൻ, ഹയ്യാലസ്വലാ, നിങ്ങള് പടച്ചോനോട് നന്ദി കാണിക്കുവാൻ വരൂ എന്ന് പറയുമ്പോഴ് അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യന് ഏത് തരത്തിലാണ് അള്ളാനെ ബോധ്യപ്പെട്ടിട്ടുള്ളത് എന്ന് ഒരു പിതാവിനെ അനുസരിക്കുന്ന ഒരു കുഞ്ഞിന്റെ മനോബോധത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാല് പടച്ചോന്റെ കൽപ്പനക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് അവന് പടച്ചോനോടുള്ള ബാധ്യതയും ആ തിരിച്ചറിവും എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ സ്വലാത്ത് നിർവഹിക്കണം. പിന്നെയോ വഅ്മുർ ബിൽ മഅറൂഫി, നീ എന്ത് ചെയ്യണം? കൽപ്പിക്കണം. ഇവിടെ കൽപ്പിക്കണം എന്നാണ് ഒരു കുഞ്ഞിനോട് പറയുന്നത്. ഒരു കൽപ്പന നടത്തണമെങ്കിൽ എന്ത് വേണം? കൽപ്പിക്കാന് നല്ല പവർ ഉണ്ടായിരിക്കണം. പറയുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയും വ്യക്തമായ അറിവും ഉണ്ടായിരിക്കണം. അല്ലാത്തതിനെ കുറിച്ച് ഒരു മനുഷ്യന് ഓർഡർ ചെയ്യാൻ പറ്റൂല. അപ്പൊ അതിനുള്ളൊരു ശക്തി എവിടുന്ന ഉണ്ടാകുക? നന്മയെ കുറിച്ച് മഅറൂഫ്, മനുഷ്യൻ മഅറൂഫിലെ ഏറ്റവും നന്മ എന്നാണ് പൊതുവെ നമ്മൾ ഇതിന് അർത്ഥം പറയുക. എന്നാൽ ഇവിടെ മഅറൂഫ് എന്നത് ഉള്ളറിയുന്ന സത്യം എന്നാണ്. അതുകൊണ്ടാണ് മഅരിഫത്ത് എന്നെല്ലാം കേട്ടിട്ടില്ലേ? ഉള്ളറിയുന്ന സത്യത്തിനാണ് മഅറൂഫ് എന്ന് പറയുക. മനുഷ്യന്റെ ഉള്ളറിയുന്ന സത്യം ഏതാണ്? അവന്റെ സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവാണ്. ഏത് മനുഷ്യരും, ഏത് ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും ശരി, ഏത് സംസ്കാരങ്ങൾ സ്വീകരിച്ചവരാണെങ്കിലും ശരി, ഏത് തരത്തിലുള്ള ദൈവനിഷേധങ്ങൾ നടത്തുന്നവനാണെങ്കിലും ശരി, അവന്റെ നെഞ്ചിലൊരു വേദന വന്നാൽ അവനറിയാതെ ദൈവമേ, ഈശ്വര, ഓ മൈ ഗോഡ്, കടവിളെ, അള്ളാഹുവെ എന്നില്ലെന്ന് വിളിച്ചു പോകും. വായ കൊണ്ട് ദൈവത്തെ നിഷേധിക്കുന്നവന്റെ മനസ്സ് ആ സത്യത്തെ സമ്മതിക്കുന്നുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ എല്ലാ മനുഷ്യന്റെയും ഉള്ളറിയുന്ന സത്യമാണ് ഈശ്വരൻ എന്നുള്ളത്, ദൈവം എന്നുള്ളത്. അപ്പൊ ദൈവത്തെക്കുറിച്ച് നീ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു നൽകണം, നിർബന്ധമായി അറിവ് പകർന്നു നൽകണം. അതെന്തിനാ അങ്ങനെ ഒരു കുട്ടിനോട് പറയണത്? അത് എല്ലാ മനുഷ്യർക്കും ബാധകമാകേണ്ട ഒന്നാണെന്നും അത്തരത്തിലുള്ള
തലമുറകളിലൂടെയുള്ള ദൈവീക ബോധം നിലനിൽക്കുന്നതിലൂടെയാണ് ഭൗതിക ലോകത്ത് ഒരു തവാസുനിൽ മുജ്തമായി സാമൂഹിക താളം വീണ്ടെടുക്കാൻ കഴിയുന്നത് എന്നുള്ള ഒരു പാഠമാണ് ലുക്മാൻ ഇതിലൂടെ പകരുന്നത് എന്നാണ്. ഇപ്പൊ ചെറിയ മക്കളിൽ തന്നെ ഈശ്വരബോധം നിലനിൽക്കുമ്പോൾ അത് സാമൂഹിക താളം വീണ്ടെടുക്കാൻ കഴിയും. തലമുറകൾ നശിച്ചാൽ സാമൂഹിക താളം തകരാറിലാവും. പ്രത്യേകിച്ച് യുവത്വത്തിലേക്കടുക്കുന്ന കുട്ടികൾ ദൈവിക നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവിടെ അപകടങ്ങൾ സംഭവിക്കും. ഇന്നലത്തെ വാർത്ത എന്താ? 15-നും 24-നും ഇടയിലുള്ള കുട്ടികളിൽ HIV ബാധ വ്യാപകമായി നടക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ റിപ്പോർട്ട്. ആരോഗ്യ വകുപ്പ് ജാഗ്രത പാലിക്കാൻ പറഞ്ഞിരിക്കുന്നു. 15-നും 24-നും ഇടയിലുള്ള കുട്ടികളിൽ HIV രോഗം പടരുന്നുണ്ട്. എങ്ങനെ ജാഗ്രത പാലിക്കണം എന്നാണോ പറയേണ്ടത്? ലാ തഖ്റബു സിന എന്ന് പറയണം. മോശത്തരങ്ങള്, വൃത്തികേടുകൾക്കുള്ള വാതിൽ പോലും തുറക്കരുത് എന്നാണ് പറയേണ്ടത്. ലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. അത് ഈ മ്ലേച്ഛവും അത് ഏറ്റവും വൃത്തികെട്ടതുമായ മാർഗമാണ് വ്യഭിചാരം എന്നുള്ളത്. അതുകൊണ്ടാണ് ചില ആളുകൾ പാദസരം ധരിക്കുന്ന പെണ്ണ് അവൾ വ്യഭിചാരിയാണെന്ന് പറയുമ്പോൾ അതെന്താ അങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കും. അത് അവളുടെ തന്നെ സുരക്ഷക്കാണ്. അതിങ്ങനെ കിലുക്കി മറ്റുള്ളവരെ ആകർഷിച്ച് മറ്റുള്ളവരിലേക്ക് ചാഞ്ഞ് അത്തരത്തിലുള്ള ജീവിത നടപടികൾ സ്വീകരിക്കുമ്പോൾ, ജീവിത നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അത് ആ വ്യക്തിക്ക് തന്നെ അപകടം ചെയ്യുന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഒരു സംഗതി തടയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലാതെ അവരങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് അല്ല. അങ്ങനെ ധരിക്കുന്നവർ അത്തരത്തിലുള്ള ആളുകളാണ് എന്നുള്ളത് കൊണ്ടല്ല. ആ വ്യക്തിക്ക് തന്നെ സുരക്ഷയൊരുക്കുവാൻ, അത്തരത്തിലുള്ള ഒന്നിനെ വാതിലുകൾ തുറക്കാതിരിക്കുവാൻ ഏറ്റവും അതിന്റെ മൂർത്തമായ ഒരവസ്ഥയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീയെ സുരക്ഷയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. മനുഷ്യനോടുള്ള കാരുണ്യം കൊണ്ടാണ് അത് പറയുന്നത്. പ്രവാചകന്മാർ ചിലയിടങ്ങളിൽ ഏറ്റവും ഉയർന്ന വാക്കുകളെ കൊണ്ട്, നമ്മുടെ ചിന്തയെ വല്ലാതെ ഉണർത്തുന്ന വാക്കുകളെ കൊണ്ട് ചിലത് പറയുന്നത് അത് സമൂഹത്തിൽ വലിയ തരത്തിലുള്ള ധാർമ്മിക ബോധം നിലനിൽക്കേണ്ടതിന്റെ അനിവാര്യതയെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വ്യക്തികളോടുള്ള വിരോധം കൊണ്ടോ അങ്ങനെ എല്ലാം സ്വീകരിക്കുന്ന വ്യക്തികൾ അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടോ അല്ല. അപ്പൊ ജാഗ്രത പാലിക്കണം എന്ന് പറയുന്നതിനപ്പുറം പലതരത്തിലുള്ള തിന്മകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിനെ ചില ആളുകൾ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ജാഗ്രത എന്ന വാക്കിന്റെ സ്ഥാനത്ത് ഈ കാട്ടിക്കൂട്ടുന്നതൊന്നും നിങ്ങൾ ചെയ്യരുതിട്ടോ, ഇതെല്ലാം നിങ്ങളിൽ അപകടം സൃഷ്ടിക്കും എന്ന് പറഞ്ഞുകൊടുത്ത് അവരതിൽ നിന്ന് രക്ഷിക്കുകയാണ് വേണ്ടത്. ലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. അത് ഏറ്റവും മ്ലേച്ഛമായ മാർഗമാണ് എന്ന് കുട്ടിയേക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് ഒരു മനുഷ്യനെ മോചിപ്പിക്കുന്ന അടിസ്ഥാന കർമ്മമാണ് സ്വലാത്ത് എന്നുള്ളത്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ വൃത്തികേടുകളിൽ നിന്നും മോശത്തരങ്ങളിൽ നിന്നും സ്വലാത്ത് നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ സുരക്ഷിതനായിരിക്കും. അത് അവനെ തടയും. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ ലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല.
അത് മ്ലേച്ഛമാണ്, മോശാണ്. അപ്പൊ ലിബറലിസം ഇതിനെങ്ങനെയാണ് തലമുറകളിൽ നിന്ന് ഇത്തരത്തിലുള്ള തെറ്റായ ചിന്തകളും ബോധങ്ങളും അത്തരത്തിലുള്ള മാരകമായ രോഗങ്ങൾ പേറുന്ന അവസ്ഥയിലേക്ക് തലമുറകളെ തള്ളിവിടാതിരിക്കാൻ ഇതാ പ്രവാചകന്മാരെ നിങ്ങൾ കേൾക്കൂ. അവര് സമൂഹത്തിൽ ഏറ്റവും നല്ല അവസ്ഥാവിശേഷം ഉണ്ടായിത്തീരുവാൻ, ഭൂമിയിൽ മനുഷ്യൻ ഏറ്റവും നല്ലവനായി മാറുവാൻ, അവന്റെ ജീവിതം സ്വസ്ഥപൂർണമാകുവാൻ, അവന്റെ മനസ്സും ചിന്തയും വിശുദ്ധമായി നിലകൊള്ളുവാൻ, സമൂഹം എന്നും ധർമാധിഷ്ഠിതമായി നിലകൊള്ളുവാൻ ഇതാ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ പഠിപ്പിക്കുന്നു. അത് മതചിന്തയല്ല, വർഗചിന്തയല്ല, മനുഷ്യ കുടുംബത്തിന്റെ നന്മക്കും അവരുടെ നന്മ നിറഞ്ഞ ജീവിതത്തിന് വേണ്ടി പ്രവാചകന്മാർ പഠിപ്പിക്കുന്ന അടിസ്ഥാന കർമ്മങ്ങളും ദൗത്യങ്ങളുമാണത്. അതിനെ മതകണ്ണുകളെ കൊണ്ട് നോക്കിക്കഴിഞ്ഞാല് നാം ഇന്ന് കാണുന്ന ഇത്തരത്തിലുള്ള അവസ്ഥാവിശേഷം ഉണ്ടാവും. അതിനപ്പുറം ഒരു സമൂഹത്തിന്റെ ജീവനും ജീവിതവും ഏറ്റവും വിശുദ്ധമായി നിലകൊള്ളാൻ ഈ കർമ്മങ്ങളെ തലമുറകൾക്ക് പകർന്നു നൽകേണ്ടതുണ്ടെന്നും അതിലൂടെ നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കേണ്ടതുണ്ടെന്നും അതാണ് ഒരു സൊസൈറ്റിയുടെ ആരോഗ്യപരമായ നിലനിൽപ്പിന് നല്ലതെന്നുള്ള തിരിച്ചറിവുണ്ടായിരിക്കണം. ഈ പറയുന്നതിനെ എല്ലാം തന്നെ ഒരു മതത്തിലേക്ക് ചാർത്തി വെച്ച് വിലയിരുത്തുകയും അങ്ങനെ നോക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സമൂഹം ഏറ്റവും വൃത്തിഹീനരായിട്ട് മാറും. നമ്മളെ മക്കളെ പടച്ചോന് കാത്തു രക്ഷിക്കട്ടെ. വാഹൃദാവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.